പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ സംഭവം വേറെ ഒന്നുമല്ല, അതായത് ജമീല കേസ് തന്നെയാണ്. വടകരയിൽ നിന്നും 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ എടച്ചേരി എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അതിനടുത്ത് തന്നെയാണ് വേങ്ങോലി എന്ന് പറയുന്ന ഗ്രാമം. അവിടെയാണ് ഹമീദ് ജമീല ദമ്പതികൾ. അവർക്ക് 3 മക്കളാണ്. മൂത്തത് പെൺകുട്ടിയാണ്, അതിൻ്റെ ഇടയിൽ ഒരു ആൺകുട്ടിയാണ്, അതിൻ്റെ ഇടയിൽ ഒരു ആൺകുട്ടിയാണ്. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്, അതായത് വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജമീലയും അതുപോലെ തന്നെ ഹമീദും തമ്മിൽ ഭയങ്കരമായിട്ട് വഴക്കടിക്കും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒന്നുചേരും. എന്താണ് സംഭവം എന്നൊന്നും കുട്ടികൾക്ക് ആർക്കും അറിയില്ല, അതുപോലെ നാട്ടുകാർക്ക് ആർക്കും അറിയില്ല. ഹമീദാണെങ്കിൽ രാവിലെ ജോലിക്ക് പോകും, വൈകുന്നേരം വരും. വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയോ ഒന്നും രണ്ടും പറഞ്ഞ് രണ്ടുപേരും വഴക്കടിക്കുന്നതും പിള്ളേരൊക്കെ കാണാറുമുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് 2001 സെപ്റ്റംബർ 8-ാം തീയതി രാവിലെ 5 മണിയോടുകൂടി മൂന്നാമത്തെ മകൻ, 9 വയസ്സ് മാത്രമാണ് പ്രായം, രാവിലെ തന്നെ തൻ്റെ സൈക്കിളും എടുത്തിട്ട് നേരെ പത്രം ഇടാൻ വേണ്ടി പോകും. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള ചെലവിൻ്റെ പൈസ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ മാസത്തിൽ 100 രൂപ 50 രൂപയൊക്കെ കിട്ടുന്നൊരു പണിയാണ്. അപ്പോൾ അതെല്ലാവരും പോകുന്നതാണ്. രാവിലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രം ഇടുക, തിരിച്ചു വരിക. 7:30 മണിയാകുമ്പോഴാണ് ചെറുക്കൻ തിരിച്ചു വന്നത്. അതായത് പോകുമ്പോഴും ഉമ്മച്ചി എഴുന്നേറ്റിട്ടില്ല. അതുപോലെ തന്നെ വരുമ്പോഴാണെങ്കിൽ ഉമ്മച്ചി നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കിടന്നുറങ്ങും. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേൽക്കും. അങ്ങനെയൊക്കെയാണ്. ഏതായാലും മകൻ വന്നപ്പോൾ ഉമ്മ എഴുന്നേറ്റിട്ട് കാണുന്നില്ല. അതുമാത്രമല്ല, മകൻ ഇങ്ങോട്ട് കയറുമ്പോഴാണ് ഉപ്പ നടയിറങ്ങിയിട്ട് താഴേക്ക് പോകുന്നതും കാണുന്നത്. അങ്ങനെ ഉമ്മച്ചി എന്ന് വിളിക്കുന്നു, പക്ഷേ ഉമ്മച്ചിയുടെ അനക്കമില്ല. പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ബാപ്പ എന്ന് വിളിക്കുന്നു. അങ്ങനെ ബാപ്പ എന്നുള്ള വിളി കേട്ട് ഹമീദ് നേരെ ഓടിക്കൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. അവിടെ എത്തിയിട്ട് ജമീല ജമീല എന്ന് തട്ടി വിളിക്കുന്നു. പിന്നീട് എന്ന് പറഞ്ഞാൽ ഹമീദ് പൊട്ടിക്കരയുന്നു. അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുക്കൻ എല്ലാവരെയും വിവരം അറിയിച്ചു. അതായത് തൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്ന ഉമ്മയുടെ സഹോദരങ്ങളെയും പിന്നെ എന്ന് പറഞ്ഞാൽ ബാപ്പയുടെ ബന്ധുക്കളെയും എല്ലാവരെയും വിവരം അറിയിച്ചു. അപ്പോഴേക്കെന്ന് പറഞ്ഞ കരച്ചിലും ഇതൊക്കെ കേട്ട് നാട്ടുകാരെല്ലാവരും കൂടി ആ വീട്ടിലേക്ക് ഓടാനും തുടങ്ങി. അങ്ങനെ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ആശുപത്രി കൊണ്ടുപോകുന്നതിന് പകരം മരിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കൊണ്ടുവരുന്ന ഒരു പരിപാടിയുണ്ട്. 2001 കാലഘട്ടമാണ്. ഇന്നത്തെ പോലെയല്ല, മൊബൈലില്ല, CCTVകളില്ല, അതുപോലെ തന്നെ നല്ല റോഡുകളില്ല, ഇതൊന്നുമില്ലാത്ത ഒരു കാലമാണ്. അപ്പോൾ ഡോക്ടർ വന്നിട്ട് മരണം സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഡോക്ടറെ വിളിച്ചു കൊണ്ടുവരുന്നു. അടുത്ത് തന്നെയുള്ള ഒരു ഡോക്ടറാണ് വന്നത്. എന്താണ് സംഭവിച്ചതെന്നറിയണം. അങ്ങനെ ഡോക്ടർ നോക്കിയപ്പോൾ ഡോക്ടർക്ക് ഒരു സംശയം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വീണതോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല, ഇവിടെ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതായത് ഈ സ്ത്രീ മരിച്ചിരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് മൂലമോ അല്ലെങ്കിൽ വേറെ എന്തോ അസുഖം മൂലമോ ഒന്നുമല്ല. ഇത് ഒരു സംശയമുണ്ട്, ഇതൊരു കൊലപാതകമാണോ എന്നുള്ളൊരു സംശയം. ഇത് കേട്ട് കൂടെയുള്ളവരെല്ലാം ഞെട്ടിപ്പോയി. അപ്പോഴേക്കും ഹമീദ് പറഞ്ഞു, എൻ്റെ പൊന്നു ഡോക്ടറെ, എൻ്റെ ഭാര്യ എന്ത് അസുഖം ഉണ്ടായിരുന്നു അവൾക്ക്, അവളെ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഇതിനൊന്നും വിട്ട് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഹമീദിൻ്റെ നാടകം, അതായത് സിനിമയെ വെല്ലുന്ന തരത്തിലുള്ള നാടകമാണ് അന്നിവിടെ നടന്നത് എന്നുള്ളതാണ്. ഏതായാലും ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുന്നു. ഇന്നത്തെ കാലം പോലെയല്ല, അന്നും പോലീസുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുർഘടം പിടിച്ച വഴിയിലൂടെയും ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ പോലീസ് വരുന്നു. പോലീസ് വരാൻ തന്നെ കുറച്ച് സമയം എടുത്തിട്ടുണ്ടാകാം. ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവായ ഹമീദിനെ കാണാനില്ല. പോലീസുകാർ വന്നു, ഹമീദ് എവിടെ, ഹമീദ് എവിടെ എന്ന് എല്ലാവരും ചോദിച്ചപ്പോഴേ ആൾക്കൂട്ടത്തിൽ എവിടെയും ഹമീദിനെ കാണുന്നില്ല. ഇതെന്താ ഹമീദിന് പറ്റിയത്? അങ്ങനെ മൃതദേഹം നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തി പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷമാണ് മനസ്സിലാകുന്നത് തലയിലേറ്റ മാരകമായ മുറിവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കഴുത്തിന് നല്ല രീതിയിൽ ക്ഷതമേറ്റിട്ടുണ്ട്. അതായത് കഴുത്ത് പിടിച്ച് ഞെരുക്കുകയാണ് ചെയ്തത് എന്ന് മനസ്സിലായി. അങ്ങനെയാണ് കൊലപ്പെടുത്തിയത്. അപ്പോൾ പിന്നിൽ ഹമീദ് തന്നെ. ഹമീദാണെങ്കിലും മുങ്ങിയിരിക്കുകയാണ്. ഹമീദിനെ പറ്റിയിട്ട് യാതൊരു വിവരവുമില്ല. 3 കുട്ടികളാണ് അവിടെ അനാഥരായത്. അങ്ങനെ പിന്നീട് കുട്ടികൾ ഉമ്മയുടെ ബന്ധുക്കളുടെ കൂടെയും പിന്നെ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ ആ കുട്ടികൾ വളർന്നത്. അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ പോലീസ് ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. 2001 2002 2003 2004 2006 ആയപ്പോഴെന്ന് പറഞ്ഞ് 5 വർഷം കഴിഞ്ഞു. എന്നിട്ടും യാതൊരു പുരോഗതിയുമില്ല. അതായത് അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനിടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമീലയുടെ അമ്മ നല്ല രീതിയിൽ പോരാടി, ഞാൻ മരിക്കുന്നതിന് മുമ്പെങ്കിലും അവനെ എൻ്റെ മുന്നിൽ ഒന്ന് കൊണ്ടുവരണം, ആ ഹമീദിനെ, ആ ഹമുക്കിനെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് അവരും ഒരുപാട് പരാതികളും കാര്യങ്ങളും ഒക്കെ അയച്ചു. പക്ഷേ ഹമീദിനെ എവിടെയും കിട്ടിയില്ല. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് പിന്നീട് അതൊരു കോൾഡ് കേസായി മാറുകയും ചെയ്തു. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറി മാറി ഉദ്യോഗസ്ഥർ വരും, അതുപോലെ തന്നെ ഭരണങ്ങൾ മാറി മാറി വന്നു.
അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ജമീലയുടെ ഉമ്മയും ആ ഒരു വലിയ ആഗ്രഹം തൻ്റെ മുന്നിൽ കിട്ടണം, അവനെ ഒരു ദിവസമെങ്കിലും അവനെ ഒന്ന് എനിക്ക് കാണണം എന്നുള്ള രീതിയിലുള്ള ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. തൻ്റെ മകളെ എന്തിനാടാ നീ കൊലപ്പെടുത്തിയത് എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ആ ഉമ്മയും മരിച്ചു. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോരാട്ടങ്ങളെല്ലാം ജമീലയുടെ സഹോദരനും മക്കളും ഏറ്റെടുത്തു. ആ മക്കളോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബഹുമാനം തോന്നുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങ് മറവിയിലേക്ക് അങ്ങ് പോകും. പിന്നീട് എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ എന്നുള്ള തരത്തിലാക്കും. പക്ഷേ ആ മക്കൾ, ജമീലയുടെ ആ പൊന്നു പോലത്തെയുള്ള മക്കളുണ്ടല്ലോ, അവർ ഭയങ്കര സംഭവമാണ്. അവർ വിടാതെ പിന്തുടർന്നുകൊണ്ടിരുന്നു. കട്ടക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മാമനും കൂടെ ഉണ്ടായിരുന്നു, അതായത് ജമീലയുടെ സഹോദരൻ. അങ്ങനെ ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമീല താത്താൻ്റെ ആ ഒരു ആളെ, ആ ഹമീദ് എന്ന് പറയുന്ന ഹമുക്കിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അവർ നിരന്തരമായിട്ട് പരാതികൾ അയച്ചു. അതായത് ഓരോ ഭരണങ്ങൾ മാറി വരുമ്പോഴും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർ മാറി വരുമ്പോഴും അങ്ങനെ നിരവധി പരാതികൾ അങ്ങ് അയക്കുകയും ചെയ്തു. പക്ഷെ എന്നിട്ടും യാതൊരുവിധ തുമ്പുമില്ല. അങ്ങനെ ഇരിക്കെയാണ് ഈ അടുത്ത കാലത്ത് ചില മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങിയത്. നമുക്കെല്ലാവർക്കും അറിയാം, സൈനിക ഉദ്യോഗസ്ഥരായ 2 പേര് 2 ഇരട്ട കുഞ്ഞുങ്ങളെയും അവരുടെ അമ്മയെയും പ്രസവിച്ച് കിടക്കുമ്പോൾ കൊലപ്പെടുത്തിയിട്ട് പിന്നീട് തമിഴ്നാട്ടിൽ എവിടെയോ പോയി കല്യാണം കഴിച്ച് സുഖമായിട്ടിരിക്കുമ്പോൾ അവരെ പിടികൂടിയ വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് AI എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് അവരെ കണ്ടുപിടിച്ചത്. അങ്ങനെ പുതിയ കേസുകളൊക്കെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പഴയ മടക്കി വെച്ച ഫയലൊക്കെ ഒന്നും കൂടി നമുക്ക് നോക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹമീദ് എന്ന് പറയുന്ന 25 വർഷമായിട്ട് കാണാമറിയത്തുള്ള ഒരു കുറ്റവാളി, അയാൾ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാകുമല്ലോ, ഇത്രയും കാലമായിട്ടും അയാളെ പറ്റിയിട്ട് യാതൊരു വിവരവുമില്ല. അങ്ങനെ AIയുടെ സഹായത്തോടു കൂടിയും അങ്ങനെയൊക്കെ കുറച്ച് സാങ്കേതിക വിദ്യകളിൽ കൂടി അയാളുടെ പുതിയ രൂപം എങ്ങനെയിരിക്കും എന്നുള്ള തരത്തിലൊക്കെ കണ്ടുപിടിക്കുന്നു. അങ്ങനെ പോലീസ് ആ ഒരു രൂപം വെച്ചിങ്ങനെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ബേബിക്കാനം എന്ന് പറയുന്ന ഒരു പ്രദേശം കാസർഗോഡ് ജില്ലയിലെ ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. അവിടെ മീൻ വിൽക്കുന്ന മുഹമ്മദ്, താൽക്കാലിക പേരാട്ട മുഹമ്മദ് കോയ എന്ന് പറയുന്ന വ്യക്തി വളരെ നല്ല മനുഷ്യനാണ്. അയാൾക്ക് ഭാര്യയും 3 മക്കളുമുണ്ട്. അയാളുടെ സ്വദേശം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. പക്ഷെ നാട്ടുകാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടപ്പെട്ട മനുഷ്യനാണ്. മക്കളെയും ഭാര്യയെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നുപോലെയാണ് ആ മനുഷ്യൻ നോക്കുന്നത്. അയാൾക്കൊരു മനുഷ്യനില്ല, അയാൾ ഒരു എത്തിയുമായിരുന്നു. കാരണം എന്താ, അയാളെ അന്വേഷിച്ച് വരാനോ അല്ലെങ്കിൽ അന്നേരമൊന്നും ഒരു മനുഷ്യന്മാർ പോലുമില്ല എന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ മുഹമ്മദ് കോയയെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും കേട്ടാ. അതായത് ഇയാൾക്ക് ആരും ഇല്ലാത്തതല്ലേ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ആ ഭാര്യയും മക്കളെയും എത്ര നന്നായിട്ടാണ് നോക്കുന്നത്, എവിടുന്നോ വന്ന് കല്യാണം കഴിച്ചിട്ട് കണ്ടില്ലേ അവളെ ഒരു ഭാഗ്യം എന്നൊക്കെ നാട്ടുകാർ പറയാൻ തുടങ്ങി. മീൻ വിൽപ്പനയാണെങ്കിൽ എല്ലാ വീട്ടിലും കൃത്യമായിട്ട് മീൻ എത്തിച്ചു കൊടുക്കും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് പലരും മീനൊക്കെ വാങ്ങിക്കുന്നത്. അങ്ങനെ ഇരിക്കെയാണ് നാട്ടിൽ ചില പുതിയ ആൾക്കാരെയൊക്കെ കാണാൻ തുടങ്ങിയത്. പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ മുഹമ്മദ് കോയയെ പറ്റിയിട്ട് പലതും ചോദിക്കുന്നുണ്ട്. അറിയാവുന്ന കാര്യങ്ങളൊക്കെ ചില ആൾക്കാരൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും പിന്നെ അവരൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പിന്നീട് അവരെ ആരെയും കണ്ടിട്ടുമില്ല. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. അതായത് മുഹമ്മദ് കോയയെ അന്വേഷിച്ചിട്ട് ഇങ്ങനെ പല ആൾക്കാരും വരുന്നുണ്ട്. അയാളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അയാളുടെ നാട് എവിടെയാണ്, എവിടെ നിന്നാണ് വന്നത്, എത്ര നാളായി ഇവിടെ വന്നിട്ട്. പക്ഷേ അയാൾ അവിടെ എന്ന് പറഞ്ഞാൽ വളരെ മാന്യനായിട്ട് ജീവിക്കുന്നതാണ്. നാട്ടുകാർക്കാർക്കും അയാളെ കൊണ്ട് യാതൊരു ഉപദ്രവവുമില്ല. അതുമാത്രവുമല്ല, പള്ളിയിലൊക്കെ പോയിട്ട് സ്ഥിരമായി നിസ്കരിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കുട്ടികളാണ് അയാൾക്കുള്ളത്, ഭാര്യയുണ്ട്. ആ പൊന്നുപോലെ നോക്കുന്ന ആ മനുഷ്യൻ എന്ത് ചെയ്യാനാണ്? അയാൾ ഇനി എവിടുന്ന് വന്നു കഴിഞ്ഞാലും എന്താ, അയാൾ ഇവിടെ ഡീസൻ്റ് ആയിട്ടല്ലേ ജീവിക്കുന്നത് എന്നുള്ള ചില ആൾക്കാർക്കൊക്കെ ഒരു മനസ്സിലൊരു കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും ആരും പറയാനൊന്നും പോയിട്ടില്ല. കാരണം നമുക്ക് എന്തിൻ്റെ കേടാണ്. അങ്ങനെ ഇരിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ 2026 മെയ് 2-ാം തീയതി രാവിലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പോലീസ് വണ്ടി ആദൂർ പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള പോലീസുകാർ എല്ലാവരും ഒരു മീറ്റിംഗ് കൂടുന്നു. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോയത് ബേബിക്കാനം എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്താണ്. അവിടെ പോലീസ് വണ്ടിയും ആൾക്കാരെയും ഒക്കെ കണ്ടപ്പോഴേ നമ്മുടെ മുഹമ്മദ് കോയക്കും ഫാമിലിക്കൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അന്താളിപ്പ്. ഇതെന്താണപ്പാ പോലീസ് വണ്ടിയെല്ലാം, അതുമാത്രവുമല്ല തങ്ങളുടെ വീട്ടിലേക്കാണല്ലോ വരുന്നത്. അങ്ങനെ അവിടെയുള്ള ആ ഒരു വ്യക്തി, ആ ഒരു മനുഷ്യൻ, ആ ഒരു മുഹമ്മദ് കോയ എന്ന് പറയുന്ന മനുഷ്യൻ
അയാൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നു. പോലീസിനെ കണ്ടപ്പോഴേ അയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിങ്ങലായി. ആ പരിങ്ങലോട് കൂടിയിട്ട് തന്നെ എന്ന് പറഞ്ഞാൽ പോലീസ് അയാളെ പിടികൂടുന്നു. പിടികൂടിയപ്പോൾ ചോദിച്ചു, നിങ്ങൾ ഹമീദ് അല്ലേ എന്ന്. അതേ എന്ന് പറയുകയും പിന്നീട് അയാൾ നേരെ എടച്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇപ്പോഴും അതിൻ്റെ ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഭാര്യയെ സംശയമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കൊലപ്പെടുത്തിയത് എന്ന്. എന്നാൽ മക്കൾ പറയുന്ന കാര്യം ഇതാണ്, മൊകേരി എന്ന് പറയുന്ന സ്ഥലത്തെ അദ്ദേഹത്തിനൊരു ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിലുള്ള കുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഉമ്മയുമായിട്ട് നിരന്തരമായി കലഹിക്കുമായിരുന്നു. അന്നൊന്നും ഞങ്ങൾക്കത് മനസ്സിലായില്ല എന്ന് പറയുകയും ചെയ്തു. ഏതായാലും ഈ ഒരു വ്യക്തി നമ്മുടെ ഹമീദിന് വേഷം മാറി പേര് മാറി മറ്റൊരു ദേശത്തെ മീൻ കച്ചവടക്കാരനായി ജീവിച്ച് അവിടെയും 3 മക്കളെയും ഭാര്യയെയും ഉണ്ടാക്കിയ ആ ഒരു വ്യക്തിക്ക് കൃത്യമായിട്ടുള്ളൊരു ശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അയാൾ ഇനി ആജീവനാന്തം ജയിലിൽ കിടക്കട്ടെ. എല്ലാവരും പറയുന്നത് പോലെ ജയിലിലുള്ള സുഖവും ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയാത്തതിൻ്റെ വിഷമവും കാര്യങ്ങളൊക്കെ ഇനി ജയിലിൽ തീർക്കാം എന്ന് കരുതിയിട്ട് ഇയാളെങ്ങാനും ഇനി പിടികൊടുത്തതാണോ? അതും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഈ മനുഷ്യൻ 25 വർഷം കാസർഗോഡ് ജില്ലയിലെ അവിടെ താമസിച്ചിട്ട് ഒരാൾ പോലും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ്. അതായത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസ്ലിമാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട് പിന്നീടെന്ന് പറഞ്ഞാൽ അവിടെ മഹല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ആയിരിക്കാം കല്യാണം കഴിക്കുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ആയി കഴിഞ്ഞാലും ആ പള്ളിയിൽ നിന്നൊക്കെ വാങ്ങിക്കണം എന്നുള്ള ഇതൊക്കെ ഉണ്ട്. ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ തോന്നുന്നു ഇവിടെയും ഒന്നും അങ്ങനെ വാങ്ങിക്കേണ്ട പരിപാടി കാര്യങ്ങളൊന്നുമില്ല. അതായത് വെറും രജിസ്റ്റർ ഓഫീസ് മാത്രം നോക്കിയാൽ മതി. അതുകൊണ്ട് ഹിന്ദുക്കളായി കഴിഞ്ഞാൽ കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് വിവാഹം രജിസ്റ്റർ ചെയ്യുക. ഇനിയിപ്പോൾ മറ്റുള്ള മതസ്ഥരാണെങ്കിൽ അവർ കൃത്യമായിട്ട് അന്വേഷിക്കുമോ ഇയാൾ എവിടെ നിന്നാണ് വന്നത്, അല്ലെങ്കിൽ ഇയാൾ എവിടുന്നെങ്കിലും വന്ന് എന്തെങ്കിലും ചെയ്തിട്ടാണോ വന്നത്. ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള വേറെ തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നം കൊണ്ട് വന്ന ആൾക്കാരാണെങ്കിൽ അവിടെയുള്ള സ്ത്രീകളുടെ അവസ്ഥകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അവിടെയുള്ള കുഞ്ഞുങ്ങളുടെ അവസ്ഥകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിക്കണം ഇങ്ങനെയുള്ള ആൾക്കാരെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. ഏതായാലും ഹമീദിനുള്ള ശിക്ഷ നമുക്ക് കാണാം. അതിൻ്റെ അപ്ഡേറ്റുമായിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.